എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലാലേട്ടൻ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് കഴിഞ്ഞ ആഴ്ച ഏപ്രിൽ മാസം 25 തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ തുടരും. ആദ്യ ദിവസം മുതലേ ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 8 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 7 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 46,75,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 11,07,00,000വും ഓവർസീസിൽ നിന്നും 60,25,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 118,70,00,000 എത്തിയിരിക്കുകയാണ്. 8ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടിയും കടന്ന് 54 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അങ്ങനെ ലാലേട്ടന്റെ കരിയറിലെ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ കയറുന്ന മറ്റൊരു മലയാള സിനിമ കൂടിയായി ഇതിനോടകം തന്നെ തുടരും മാറിയിരിക്കുകയാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ കേരള ഷെയർ കളക്ഷൻ മാത്രം 25 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 118 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 8ാം ദിവസമായി ഇന്നലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 10 കോടിക്ക് അടുത്ത് രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ 8 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 128,70,00,000 എത്തപ്പെടുന്നതാണ്. ഇനി മെയ് മാസം 1-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ സിനിമ കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ സൂര്യ നായകനാക്കി മെയ് മാസം 1-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ റെട്രോ. നിലവിൽ 2 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന റെട്രോ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം റെട്രോ എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,51,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 14,30,00,000 ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും 2,60,00,000 രൂപയും കർണാടകം ബോക്സ് ഓഫീസിൽ നിന്ന് 2,84,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 40,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ഓവർസീസിൽ നിന്ന് ചിത്രം 8,80,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ റെട്രോ എന്ന സിനിമ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 31,45,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതിനിടയിൽ ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 46 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെന്നുള്ള ഈ കാണുന്ന പോസ്റ്ററാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നത്. എന്നാൽ ആ കളക്ഷൻ പ്രൊമോഷൻ ഫിഗർ അടക്കമുള്ള കളക്ഷനാണ്. ചിത്രത്തിന്റെ ആദ്യ ദിനം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 32 കോടിക്കടുത്ത് രൂപ മാത്രമേ ഗ്രോസ് കളക്ഷൻ വന്നിട്ടുള്ളൂ. ഇനി ചിത്രത്തിന്റെ 2ാം ദിവസത്തെ കേരള വേൾഡ് വൈഡ് തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 2ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 60,00,000 രൂപ മാത്രമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 2ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 20 കോടി രൂപയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ 2 ദിവസം കൊണ്ട് റെട്രോ എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. 50 കോടി 55 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. നിലവിൽ റെട്രോ എന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ ഇടിവാണ് സംഭവിച്ചതെങ്കിൽ പോലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും തമിഴ്നാട് ബോക്സ് ഓഫീസിലാണെങ്കിലും മികച്ച ഹോൾഡർ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ മെയ് മാസം 1-ാം തീയതി തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ നാനി നായകനെത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഹിറ്റ് 3. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 2 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം ഹിറ്റ് 3 എന്ന സിനിമ 6 ലക്ഷം രൂപയായിരുന്നു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. 2ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 14 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ഹിറ്റ് 3 എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 43 കോടി രൂപ നേടിയെന്നുള്ള ഈ കാണുന്ന പോസ്റ്ററാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇന്നലെ പുറത്തുവിട്ടിരുന്നത്. 2ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 20 കോടിയോളം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 63 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ മെയ് മാസം 1-ാം തീയതി തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ തമിഴിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ടൂറിസ്റ്റ് ഫാമിലി. തിയേറ്ററിൽ നിന്നും ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 3 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയതെങ്കിൽ 2ാം ദിവസമായ ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 6 ലക്ഷത്തോളം ഗ്രോസ് കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 6 കോടി 7 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നത്. അടുത്ത സിനിമ ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ നസ്രിനെ നായകനാക്കി ഏപ്രിൽ മാസം 10-ാം തീയതി വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തി വിഷു വിന്നറായി മാറിയ സിനിമ കൂടിയാണല്ലോ ആലപ്പുഴ ജിംഖാന.
നിലവിൽ 22 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ഗ്രോസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 22 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 37,59,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 22 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 70 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അതേസമയം ബേസിൽ ജോസഫിനെ നായകനാക്കി ടോവിനോ തോമസ് നിർമ്മിച്ച് ശിവപ്രസാദ് സംവിധാനം ചെയ്ത് വിഷു പ്രമാണിച്ച് ഏപ്രിൽ മാസം 10 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഡാർക്ക് ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ മരണമാസ്. നിലവിൽ 22 ദിവസങ്ങൾ പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 22 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 12,78,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 23-24 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഇന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.